അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിവാഹം, കുടുംബജീവിതം, ന്യൂജൻ കാഴ്ചപ്പാടിലെ തെറ്റും ശരിയും. ഈ സെഷനെ കുറിച്ച് പലപ്പോഴും പെൺകുട്ടികൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഫൈൻ. ഇപ്പോൾ ഉടനെ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവരൊന്ന് കൈ ഒന്നിക്കോ? എല്ലാവരും ഇരിക്കുകയാണോ? ഓക്കെ, ഫൈൻ. ഇത് ഇവിടെ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരു 2018 ശേഷം അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കോവിഡ് പീരിയഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് കൃത്യമായ ഒരു സ്റ്റഡി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് മാട്രിമോണിയൽ സൈറ്റുകളും അതുപോലെയുള്ള ഒരുപാട് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം നടത്തിയിട്ടുള്ളൊരു സ്റ്റഡി പറയുന്നത് ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ അഥവാ വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾ വിവാഹത്തിന് മടിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പറയുന്നുണ്ട്. അഥവാ ഒരു 3500 ആൺകുട്ടികൾ വിവാഹത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ 1500 പെൺകുട്ടികൾ മാത്രമേ വിവാഹത്തിന് സന്നദ്ധ അറിയിച്ചുകൊണ്ട് ഈ മാട്രിമോണിയൽ സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. അഥവാ ഒരു 57% പുരുഷന്മാർക്കും സ്ത്രീകൾ വിവാഹം കഴിക്കാൻ സ്ത്രീകൾ തന്നെ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിന് എന്തെല്ലാമായിരിക്കും കാരണങ്ങളായിട്ട് ഉണ്ടാവുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഉമ്മമാരെ, നേരത്തെ ആക്കില അവരുടെ ചോദ്യത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു പഠനം 2018 ശേഷം നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിൽ സജീവ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കേരളത്തിലെ പെൺകുട്ടികൾക്ക് വിവാഹത്തോടൊരു വൈമുഖ്യമുണ്ട്. അതിന് ഗാമോഫോബിയ എന്ന് പറയുന്ന ഒരു ടേമിലാണ് പരിചയപ്പെടുത്തുന്നതെങ്കിലും വിവാഹത്തോടുള്ള പേടിയല്ല, വിവാഹത്തോടുള്ള എതിർപ്പ്, വിവാഹത്തോടൊരു വൈമുഖ്യം അല്ലെങ്കിൽ വിവാഹം പല കാരണങ്ങൾ കൊണ്ട് വൈകിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു പണ്ടത്തെ തലമുറയിൽ ഇപ്പോൾ നമ്മുടെ ഉമ്മമാരൊക്കെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആരെങ്കിലും കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പല സ്ട്രഗിൾസും ഉണ്ട് കല്യാണത്തിൽ. നമ്മൾ അറിയാം, നമുക്ക് എന്തായാലും ജീവിതത്തിൽ ഏതൊരു ഘട്ടങ്ങളിലാണെങ്കിലും നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷേ കല്യാണം വേണ്ട, കല്യാണം ഒരു അനിവാര്യ ഘടകമല്ല എന്ന് ആരും പറഞ്ഞു കേട്ടില്ലൊരു കേൾവി ഇല്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, കല്യാണം തന്നെ വേണ്ട എന്ന രീതിയിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും പല കാരണങ്ങളും പറയാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ടൊരു കാരണം നമ്മുടെ സമൂഹ കണ്ടീഷൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ ലിബറൽ ഫെമിനിസം, റാഡിക്കൽ ഫെമിനിസം, അതുപോലെ ലിബറൽ വ്യവഹാരങ്ങൾ, ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ തലച്ചോറുകളെ മതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് ലിബറൽ ഫെമിനിസം നമ്മുടെ പെൺകുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതായത് മെൻ ആൻഡ് വിമൻ ആർ ഡിഫറെൻറ്റ് ബട്ട് നോട്ട് അവരുടെ ബയോളജിക്കലി അല്ല, പക്ഷേ എന്താണ് അവിടെ സെക്സ് റോൾ പ്രോസസ്സ് സോഷ്യലൈസേഷനിലൂടെ ഓരോരുത്തർക്കും ജെൻഡർ റോളാണല്ലോ. ഇപ്പോൾ പുരുഷന് സമൂഹം ഒരു റോള് കൽപ്പിച്ചു കൊടുക്കുകയാണ്, അതേപോലെ സ്ത്രീകൾക്ക് ഒരു റോള് കൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്ത്രീകളുടെ റോൾ എന്താണ്? ഗർഭധാരണം, പ്രസവം, ഗൃഹപരിപാലനം, ഇതൊക്കെയാണ് സ്ത്രീകൾക്കുള്ള റോളായിട്ട് സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പം കുടുംബത്തിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലൊരു റോളിലേക്ക് ഒതുക്കപ്പെടുകയാണെന്നാണ് ഇവർ വാദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പൊട്ടൻഷ്യൽ ഫുള്ളായിട്ട് അവിടെ യൂസ് ചെയ്യപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുള്ളൊരു വാദം ഈ ലിബറൽ ഫെമിനിസം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായും പെൺകുട്ടികൾക്കിടയിൽ വളരെ വലിയ അവർ തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ റാഡിക്കൽ ഫെമിനിസവും അതുപോലെ ഈ കുടുംബത്തിനകത്തുള്ള സെക്ഷുവാലിറ്റിയിൽ ആണുങ്ങൾക്ക് പുരുഷ മേധാവിത്വം മേൽക്കോയ്മ ഉണ്ട് എന്നുള്ള രീതിയിൽ അവർ അവതരിപ്പിക്കപ്പെടുകയാണ്. സ്വാഭാവികമായും ഇത് കേൾക്കുന്ന പെൺകുട്ടികൾക്ക് അവർ വിചാരിക്കുകയാണ് എന്തോ വിവാഹം എന്തോ പ്രതിസന്ധി നിറഞ്ഞതാണ്, പ്രയാസങ്ങൾ നിറഞ്ഞതാണെന്ന് അവർ വിചാരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വിവാഹത്തോടുള്ള വിമുഖതയ്ക്ക് കാരണം ചോദിച്ചാൽ ഇതൊന്നല്ല പറയാ. അവരെന്താണ് പറയാ?
എന്താണ് ജോലി കഴിഞ്ഞിട്ട് വിവാഹം എന്നാണ് പറയാം. ഒരു ജോലി നേടിയിട്ട് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു വിവാഹം കഴിച്ചാൽ മതിയില്ലേ എന്നുള്ളതാണ് പറയാം. അതിൽ പലതരത്തിൽ കാരണങ്ങൾ നിരത്തുന്നവരുണ്ട്. ചിലർ നമുക്കറിയാം സിൻസിയറായിട്ട് ഇതിനെ കാണുന്നവരുണ്ട്. അതായത് ഇപ്പം ചില പ്രാരാബ്ദങ്ങൾ, ഇപ്പോൾ വീട്ടിൽ പല പ്രയാസങ്ങളും നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ പഠിച്ച് ജോലി നേടി സ്വന്തം മാതാപിതാക്കൾക്ക് വീടിനൊക്കെ ഒരു തണലായി മാറണം എന്നിട്ട് അതിൻ്റെ പേരിൽ വിവാഹം വൈകിപ്പിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി നേടിയിട്ട് കല്യാണം കഴിച്ച് കുട്ടിക്കായി കഴിഞ്ഞാൽ കുട്ടിക്ക് കുറച്ചുകൂടി പരിപാലനത്തിന് നമുക്ക് ക്വാളിറ്റി ടൈം കൊടുക്കാമല്ലോ എന്ന രീതിയിൽ മാറ്റി വെക്കുന്നവരുണ്ട്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഒരു പ്രിവിലേജ് വരും, എല്ലാവരും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും, അത്തരം എക്സ്പ്ലോയിറ്റേഷന് സാധ്യത കുറയും എന്ന രീതിയിൽ കല്യാണം വൈകിപ്പിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരു 30-35 വയസ്സൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കാൻ പെൺകുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇപ്പോഴും കല്യാണം കഴിക്കുന്നില്ലേ ചോദിച്ചാൽ അവരെന്താ പറയാ, ഞാനിങ്ങനെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു ഉത്തരത്തിൽ നിന്ന് തന്നെ ഉണ്ട് എന്താണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞൊരു സംഭവമാണ്, അതിനൊരു ഊരാ കുടുക്കാണ് വിവാഹം എന്ന രീതിയിൽ നമ്മുടെ പെൺകുട്ടികളെ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അടുത്ത് പുറത്തിറങ്ങിയ പല ഷോർട്ട് ഫിലിംസ് അതുപോലെ വെബ് സീരീസ് എന്നൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ മാരേജിനെതിരെയുള്ള കണ്ടന്റുകളുടെ അതിപ്രസരമാണ്. തുറന്നു കഴിഞ്ഞാൽ എല്ലാം ടോക്സിക് ഹസ്ബൻഡ്, ടോക്സിക് അമ്മായിയമ്മ, ടോക്സിക് പാരൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാം ടോക്സിസിറ്റിയിലേക്ക് ചുരുക്കി കെട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ഫെമിനിസ്റ്റ് ഐഡിയോളജികൾ നമ്മുടെ സമൂഹത്തിലെ കുട്ടികളിലേക്ക് എത്തിക്കുന്ന വേറൊരു ഐഡിയോളജിയാണ് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത്. അതായത് വ്യക്തി കേന്ദ്രീകൃതവാദം. പണ്ടൊക്കെ നമ്മൾ കുടുംബത്തിലൊരു ഉമ്മയോ മാതാപിതാക്കളൊക്കെ ഒന്ന് സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യുക, കുട്ടികളെ നോക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവുകയാണെങ്കിൽ നമുക്കൊരു സംതൃപ്തി സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് മുതിരുന്നത് തന്നെ വലിയൊരു നഷ്ടമായിട്ട് കണക്കാക്കുകയാണ്. അതൊരു വ്യക്തി കേന്ദ്രീകൃതവാദം ഇവിടെ ഉടലെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ ഈ ആദ്യം ജോലി പിന്നെ വിവാഹം എന്ന രീതിയിലേക്ക് കുട്ടികളിലേക്ക് എത്താനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഇപ്പം ടൂറ് പോവുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ അല്ലേ. ജീവിതാസ്വാദനങ്ങളൊക്കെ അതിൻ്റെ ആസ്വാദനങ്ങളൊക്കെ വളരെയധികം കുറവായിരുന്നു. അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ടൂർ പോവാം, ഫുഡ് കഴിക്കാൻ പോവാം, അങ്ങനെയൊക്കെ നമ്മൾ ഉമ്മമാരൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. കല്യാണത്തിന് മുമ്പേ കിട്ടാവുന്ന ജീവിത ആസ്വാദനങ്ങളെല്ലാം അനുഭവിച്ചു. ഇവൻ ലൈംഗികതയിലേക്ക് വരെ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് തോന്നാണ് എന്തിനാണ് ഒരു കല്യാണത്തിൻ്റെ ആവശ്യം എന്നുള്ളത്. ഇവിടെ ലിവിങ് ടുഗദർ പോലെയുള്ള സംവിധാനങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരത്തിൽ നാനാവിധത്തിലുള്ള കാരണങ്ങളാണ് മെയിനായിട്ട് കുട്ടികൾ ഈ കല്യാണത്തിനൊക്കെ വിമുഖത പ്രകടിപ്പിക്കാൻ കാരണം, അല്ലെങ്കിൽ വിവാഹം വൈകിപ്പിക്കുന്നതിന് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെ പ്രസക്തമായ കുറച്ച് പോയിൻറ്റ്സാണ് ഇവിടെ വാഫിർ സൂചിപ്പിച്ചത്. കുട്ടികൾ വിവാഹം വൈകിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ, അതേപോലെ തന്നെ നമ്മളോട് അടുത്ത് നിൽക്കുന്ന കുറച്ച് കാരണങ്ങളും കൂടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ തന്നെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ഫാമിലിക്കകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉമ്മയും ഉപ്പയും വഴക്ക് കൂടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അല്ലേ. അവിടെ നിന്നും വളർന്നു വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മ എപ്പോഴും പ്രയാസപ്പെടുകയാണ്, പീഡിപ്പിക്കപ്പെടുകയാണ്, ഉപ്പ പ്രയാസപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഉപ്പയിൽ നിന്ന് നല്ല രീതിയിൽ എന്താ പറയുക ശാരീരിക മാനസികമായിട്ടുള്ള മർദ്ദനങ്ങൾ ഏൽക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എഫക്റ്റ് കുട്ടികളോടാണ് പറയുക. അയ്യോ എനിക്ക് ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, പിന്നെ ഇത്തരത്തിലുള്ള പരാധീനതകൾ അല്ലെങ്കിൽ പരിഭവങ്ങളൊക്കെ കുട്ടികളാണ് കേൾക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീകളെയാണ് കൂടുതലായിട്ട് ഏൽക്കുക, നമ്മൾ പെൺകുട്ടികളെയാണ് ഏൽക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന കുടുംബത്തിലുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ കുട്ടികൾ പറയും പിന്നെ ഉമ്മ എനിക്ക് അതുകൊണ്ട് തന്നെ വിവാഹം വേണ്ട, നിങ്ങൾ അനുഭവിച്ചത് ഇത്രയും പ്രയാസമല്ലേ, അതുകൊണ്ട് എനിക്കിനി വിവാഹം വേണ്ട, ഞാൻ അതിന് മുതിരണില്ല എന്നുള്ള രീതിയിൽ പറയും. അതോടൊപ്പം തന്നെ ഉമ്മമാർ പറയും എൻ്റെ കയ്യിൽ എന്തെങ്കിലും കാശുണ്ടെങ്കിൽ, എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞെങ്കിൽ, എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താവുമായിരുന്നു ഈ കുട്ടികളെയും കൊണ്ട് വല്ല ജോലിക്കും പോയിട്ട് എൻ്റെ കുട്ടികളെ എനിക്ക് തന്നെ
നോക്കാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പല സംഭാഷണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിനകത്ത് ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ സ്വാഭാവികമായിട്ടും കേട്ട് വളരുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണ്ടോ കല്യാണം എന്ന് പറയും. അതോടൊപ്പം തന്നെ ഉമ്മ പറയാണ്, ഞാൻ എൻ്റെ ഇത്രാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എൻ്റെ ഡ്രീംസൊക്കെ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഒന്നും അല്ലാണ്ടായി മാറി എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുമല്ല, ഏറ്റവും വേണ്ടത് എന്താണ്? പഠനവും അതോടൊപ്പം തന്നെ ജോലി ചെയ്യലുമാണ് എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ അറിയാതെ നമ്മളുടെ മക്കളിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ വിഷമമായിരിക്കും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാമിലി എന്നുള്ളത്, ഫാമിലിക്കകത്ത് നമ്മൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് കണ്ടാൽ അല്ലെങ്കിൽ അവർ പെരുമാറുന്നത് കണ്ടാൽ നമ്മളെ കുട്ടികൾക്ക് തോന്നണം, എന്ത് രസമുള്ള ലൈഫാണ് എൻ്റെ ഉമ്മാൻ്റെ എൻ്റെ ഉപ്പാൻ്റെ, അതുകൊണ്ട് തന്നെ എനിക്കും കല്യാണം കഴിക്കണം എന്ന് തോന്നുന്നൊരവസ്ഥയിലേക്ക് നല്ല ഫാമിലിയെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫാമിലിക്കകത്ത് നിന്ന് തന്നെയാണ് ആദ്യം നമ്മൾ സൊല്യൂഷനെ കണ്ടെത്തേണ്ടത്. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഫാമിലിയാണ്, എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കവും ഫാമിലിയാണ് എന്നാണ് എനിക്കിതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്. ന്യൂജൻ പെൺകുട്ടികൾ വിവാഹത്തോട് വിമുഖത കാണിക്കാൻ ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ആയിഷത്തിനോട് തന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. അഥവാ നമ്മളുടെ എല്ലാ പെൺകുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ വേണം, നല്ല ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തെയും കരിയറിനെയും എല്ലാം തടസ്സമായി നിൽക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയല്ലേ എന്നുള്ളതാണ്. ആണോ? പറയാം, ആണോ? അല്ല, ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാം. ആണോ? വിവാഹം നമ്മളുടെ കരിയറിനെയും വിദ്യാഭ്യാസത്തിനെയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടോ? വിവാഹം കഴിച്ചാൽ പിന്നെ നമുക്കൊന്നും പറ്റൂലേ? ഓപ്പണായിട്ട് ചോദിച്ചാൽ പറ്റും. പറ്റും എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ കാരണം എന്താ? നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉദാഹരണം അല്ലേ? ഒരുപാട് സ്ത്രീകളെ നമുക്കറിയാം, അവർ വിവാഹം കഴിഞ്ഞ ആളുകളാണ്. വിവാഹം കഴിഞ്ഞാൽ തന്നെ അവർക്ക് പഠിക്കുന്ന ആളുകളുണ്ട്, ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ? ഇപ്പം നമ്മളുടെ കൂട്ടത്തിൽ ഞാനടക്കമുള്ള എല്ലാ ആളുകളും വിവാഹത്തിന് ശേഷം പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഇതിലെടുത്ത് പറയാൻ നമ്മളുടെ കൂട്ടത്തിലൊരു ഡോക്ടറുണ്ട്. കാരണം ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ എത്രത്തോളം ബിസി ആയിരിക്കുമെന്ന് നമുക്കറിയാം അല്ലേ? അതോടൊപ്പം തന്നെ അവരെ ഫാമിലി നല്ല ഭദ്രമായിട്ട് നല്ല സുഖമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് തന്നെ വേണം താനും. ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ, അതുപോലെ ജോലി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം. അത് ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ അതുണ്ടാകുമ്പോൾ, അത് അറിയുമ്പോഴൊക്കെ ഒരുപാട് മെച്ചങ്ങളുണ്ട്, നമുക്കറിയാവുന്നതാണത്. നമ്മളെ കുടുംബത്തിൽ, നമ്മളെ സുഹൃത്തുക്കളിൽ, അയൽവാസികളിൽ ആരെങ്കിലും ഒരാൾ ഇതുണ്ടായിരിക്കും. നിങ്ങളുടെ മനസ്സുകളിലൊക്കെ ഓരോ മുഖങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. വിവാഹത്തോടൊപ്പം തന്നെ നമ്മളുടെ ജോലിയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടത്, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾക്ക് വിവാഹം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ വൈവാഹിക ജീവിതത്തിൽ ഇണയോടൊപ്പമുള്ള ജീവിതം അത് മാറ്റിവെച്ചിട്ടാവരുത് നിങ്ങളുടെ ജോലിയോ വിദ്യാഭ്യാസമോ ഒന്നും. ഒരു നല്ല ബന്ധമുണ്ടായാലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നല്ലൊരു ഫാമിലി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇണയോടൊത്തുള്ള നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ കണ്ടെത്തണം. അതിൽ ഒന്ന് നമുക്ക് കോൺവെർസേഷനാണെന്ന് പറയാം, സംസാരമാണെന്ന് പറയാം. അതോടൊപ്പം തന്നെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള, സ്നേഹം പങ്കിടുന്ന രീതിയിലുള്ള നല്ല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമതായിട്ട് നമ്മളുടെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാകണം. എൻ്റെ ജോലിയോ എന്ന് പറഞ്ഞിട്ട് ഓടരുത്, എൻ്റെ പഠനമോ എൻ്റെ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഓടരുത്. ഓടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ കൂടെ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൂടെ നമ്മൾ സമയം കൊടുക്കണം. പാരൻറ്റിങ്ങിൽ അതിന് ക്വാളിറ്റി ടൈം എന്ന് പറയും. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ ഏത് ഉമ്മാക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ചെയ്യാത്ത ആളുകൾക്കൊക്കെ ഇത് പ്രയോജനമാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ എന്താ പറയുക, വെറുതെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നമ്മളായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കുട്ടികൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല അല്ലേ? എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എൻ്റെ കുട്ടീനെ കുളിപ്പിക്കുന്നത് ഓർക്കുന്നു. ഇപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടു, എല്ലാം എന്താ ചെയ്യണത്, പിന്നെ ഉമ്മ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കുട്ടി ഇങ്ങനെ പറയാം, കുഞ്ഞു കുട്ടിയാണ്, ആരാ കുളിപ്പിക്കുന്നത് ഉമ്മ, ആരാ ചോറ് തരുന്നത് ഉമ്മ, എല്ലാം 10-15 ചോദിക്കുകയാണ്. അവിടെയൊക്കെ ഉമ്മ 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 എന്നാണ് പറയണത്. അവസാനം കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? ഉപ്പ. വളരെ കൂളായിട്ട് കുട്ടി പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നു എന്നതുകൊണ്ട് ഉമ്മാനെ ആവണം ഇഷ്ടമെന്നില്ല.
അവിടെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്വാളിറ്റി ടൈം നമ്മളുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം. നമ്മൾ ദിവസത്തിൽ വളരെ കുറച്ച് സമയമായിരിക്കും ചിലപ്പോൾ ഉപ്പാക്ക് സമയം കിട്ടുക. എന്നിട്ട് ആ ഉപ്പാൻ ആ കുട്ടി പറയണമെങ്കിൽ ആ കുട്ടിക്ക് എന്തോ അവിടെ ഉപ്പാനോട് സ്വാധീനം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വാധീനം നമ്മൾക്കും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. അത്തരത്തിലുള്ള ക്വാളിറ്റി ടൈം ഫാമിലിക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ജോലിയും കൊണ്ടുപോകാം, അതോടൊപ്പം തന്നെ പഠനവും കഴിയും. പലപ്പോഴും വളരെ സിൻസിയറാണ്. അതായത് നമ്മൾ വിവാഹം കഴിഞ്ഞെന്നിരിക്കുക, നമുക്ക് എല്ലാവർക്കും വേണം ഒരു ചായാനൊരു തോളും കരയാനും സങ്കടം പറയാനും ഒരാളും ഒരു ഇണയൊക്കെ എല്ലാവർക്കും വേണം. അപ്പോൾ എല്ലാവരും വിവാഹത്തിന് റെഡി. പക്ഷേ കുട്ടികൾ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാവില്ലേ? ചിലരുടെ കൺസേൺസ് വളരെ റെലവെൻറ്റാണ്. കാരണം അത് ഞാനിപ്പോൾ എന്തായാലും ഒരു കരിയറിൽ കമ്മിറ്റഡ് ആയിപ്പോയി. അപ്പോൾ ഈ കരിയർ തീരാണ്ട് അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ്റെ ഒരു സൈഡിൽ എത്താതെ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എനിക്ക് ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റുമോ? നേരത്തെ ക്വാളിറ്റി ടൈമിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ കുറച്ചും കൂടെ വൈകിപ്പിക്കുന്നതല്ലേ. ഞാൻ ഒരു നല്ല വൈറ്റ് കോളർ ജോബിലെത്തിയിട്ട് നല്ലൊരു ഹൈ പ്രൊഫഷനിലെത്തി എനിക്ക് കുറച്ച് ടൈമേ വർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് കുട്ടികളെ നല്ലോണം നോക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ സിൻസിയറായിട്ട് അവർ പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മളോട് പലപ്പോഴും മാസ് മീഡിയയും അല്ലെങ്കിൽ ഈവൻ മെഡിക്കൽ പ്രൊഫഷണലുകൾ അല്ലെങ്കിൽ മെഡിക്കൽ രംഗങ്ങളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കാത്ത കുറേ പ്രശ്നങ്ങൾ ശാരീരികമായിട്ട് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ ചോദിച്ചത്. ശാരീരികമായിട്ട് വൈകിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസിയും ഒക്കെ വൈകിപ്പിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ എന്നുള്ളത്. അപ്പം നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് പീരിയഡ്സ് ആകുന്നത് മെനാർക്ക് എന്നാണ് പറയുക. ആദ്യമായിട്ട് നമുക്കൊരു പീരിയഡ്സ് ആകുന്നത് അത് മുതൽ നമ്മൾ ഗർഭം ധരിക്കുന്നത് വരെ ഉള്ള സ്റ്റേജിൽ നമ്മളെ ബോഡിയിൽ ഈസ്ട്രോജൻ എന്നുള്ള ഹോർമോണാണ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലേ? ഈസ്ട്രോജനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രഗ്നൻസി ടൈമിലും അതേപോലെ മുലയൂട്ടുന്ന സമയത്തൊക്കെ നമ്മളെ ബോഡിയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. അപ്പോൾ ഈ ഈസ്ട്രോജൻ നമ്മളെ ബോഡിയിൽ ഭയങ്കരമായിട്ട് എപ്പോഴും എക്സ്പോഷർ ഉണ്ടാകുമ്പം അത് പല പ്രത്യാഘാതങ്ങളിലും എത്തിച്ചേക്കാം എന്നുള്ളത് മെഡിക്കൽ പഠനങ്ങളാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളിൽ കണ്ടുവരുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. 6 1 സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഡേറ്റാസാണ് ഇപ്പോൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസർ തന്നെ ഉണ്ടാകുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണ്? ഈസ്ട്രോജൻ എക്സ്പോഷർ കൂടുന്നതുകൊണ്ടാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു 13 വയസ്സിൽ പീരിയഡ്സ് ആയ ഒരു കുട്ടിക്ക് പ്രഗ്നൻസിയിൽ അവൾ എത്തുന്നത് 26 27 വയസ്സിലാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 30ാമത്തെ വയസ്സിൽ. അപ്പോൾ അത്രയും കാലം ഈസ്ട്രോജൻ മാത്രമാണ് അവളെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രഗ്നൻസിയിലും മുലയൂട്ടുന്ന സമയത്തുമാണ് പ്രൊജസ്ട്രോൺ കൂടുതലാവുന്നത്. അപ്പോൾ അത്രയും ഒരു ഈസ്ട്രോജൻ എക്സ്പോഷർ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് ഒരു റിസ്ക് ഫാക്ടറാണ്. അതായത് റിസ്ക് ഉള്ള കാര്യമാണ് ഇതുപോലെയുള്ള ക്യാൻസറൊക്കെ ഉണ്ടാകാൻ. പക്ഷേ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ടാകും. അതായത് കുട്ടികളുള്ളവർക്കൊന്നും അപ്പോൾ ഇല്ലേ എന്നുള്ളതല്ല. അതായത് നമ്മൾ മെഡിക്കലി പറയുമ്പോൾ ഇതൊരു റിസ്ക് ഫാക്ടറാണ് എന്നുള്ളത് പലപ്പോഴും നമ്മളിൽ നിന്നൊക്കെ മറച്ചു വെക്കുന്ന ഒരുപാട് സത്യമാണ്. മാത്രമല്ല നമ്മൾ ലേറ്റായിട്ട് പ്രഗ്നൻ്റ് ആകുമ്പോൾ, അതായത് ലേറ്റ് പ്രഗ്നൻസി, ഇപ്പം ലേറ്റായിട്ട് ആദ്യത്തെ പ്രഗ്നൻസി ഒക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് ആഫ്റ്റർ 35 ഇയറൊക്കെ ആകുമ്പോൾ ലേറ്റ് പ്രഗ്നൻസി എന്നാണ് നമ്മൾ പറയുന്നത്. എൽഡർലി പ്രൈമി എന്നൊക്കെ മെഡിക്കൽ ടേമിൽ പറയും. ഇത്തരം ആളുകൾക്ക് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസും മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് പറയുന്നുണ്ട്. ആദ്യം തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നല്ലേ നമ്മൾ ആദ്യം നോക്കേണ്ടത്. കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ അപ്പോൾ നമ്മളിതൊക്കെ നീട്ടി വെക്കണേ. അപ്പോൾ ആ കുട്ടി ഒരു വൈകല്യമുള്ള കുട്ടിയാണെങ്കിലോ നമ്മൾ വരച്ച വരയിലൂടെ അല്ല നമ്മൾ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഒരുപാട് ലേറ്റ് ഇപ്പോൾ 30s ആഫ്റ്റർ 30s ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ക്രോമസോംസും നമ്മളെപ്പോലെ വയസ്സാകുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ നമ്മളെ ബോഡിയിൽ എഗ്ഗൊക്കെ ഉണ്ടാകുന്ന ഒരു ഫേസിൽ ക്രോമസോംസ് ഒക്കെ ഡിവൈഡ് ചെയ്യണം. പക്ഷേ ഈ വയസ്സായ ക്രോമസോംസിന് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം ഒരു സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ 2 ക്രോമസോംസ് ഉള്ളതിന് പകരം 3 ഉണ്ടാകും. നമ്മളൊക്കെ വളരെ കോമൺ ആയിട്ട് കേട്ട ഡൗൺ സിൻഡ്രം അല്ലേ? IQ ഒക്കെ കുറഞ്ഞ് ബുദ്ധിയില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. 35-ന് ശേഷം ആദ്യം ഗർഭം ധരിക്കുന്നവരിൽ ഇത്തരം കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത എക്സ്പോണൻഷ്യലി കൂടുതലാണ്, വളരെ കൂടുതലാണ്. അതേപോലെ അതിപ്പം കുട്ടികളിൽ കാണാൻ സാധിക്കുന്ന ഒരു ക്രോമസോമൽ പ്രശ്നം. ഇനി അതല്ല, അമ്മമാർക്ക് ആദ്യത്തെ പ്രഗ്നൻസി 30-ലും 35-ലൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റേ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഡയബറ്റിസ്, ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും, അതിനുള്ള സാധ്യത വളരെ കൂടുതൽ. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒരുപാടാണ്. ശരിക്കും ഞാനൊക്കെ നമ്മളെ ചുറ്റും കാണുന്ന മെഡിക്കൽ പ്രൊഫഷണലുകൾ തന്നെയാണല്ലോ നമ്മളെ ചുറ്റും PGസും. അവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും പ്രഗ്നൻ്റ് ആവുന്നത് ഒരു PGയും കഴിഞ്ഞ് SR ആവുന്ന ടൈമിലാണ്. ഓൾമോസ്റ്റ് കുറേ കുട്ടികളിൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന PGസിലൊക്കെ ഉള്ള കാര്യമാണ്. പക്ഷേ അതൊരു GDM ഉണ്ട്, നമ്മൾ ഇൻസുലിൻ എടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ എത്രത്തോളം നമ്മളുടെ പ്രൊഫഷനും ഇതും അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽത്തിനെ നമ്മൾ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യണോ, അത്രമാത്രം വലിയ കാര്യമാണോ നമ്മൾ ചെയ്യണത് എന്നുള്ളത് നമ്മളെപ്പോഴും ബാലൻസ് ചെയ്ത് ചിന്തിക്കുക എന്നുള്ളതാണ് വേണ്ടത്.
കാര്യമാണ് നമ്മൾ പറയുന്ന കാരണം റെലവെൻ്റ് ആണ്. അതായത് നമുക്ക് ക്വാളിറ്റി ടൈം കൊടുക്കാൻ കഴിയുമോ, ഞാനിപ്പോൾ എന്തായാലും ഈ പ്രൊഫഷനിലായി പോയില്ലേ എന്നുള്ളതൊക്കെ കാര്യമാണ്. പക്ഷെ ചിലപ്പോൾ അത് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്താൽ തീരാവുന്നതേ നികത്താവുന്നതേ ഉണ്ടാകുള്ളൂ. പക്ഷെ നമ്മളെ ശരീരത്തിനും അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാകാൻ പോകുന്ന കോംപ്ലിക്കേഷൻസ് ചിലപ്പോൾ അതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഇനി കുറച്ചും കൂടെ പ്രായമാകുമ്പം ഫസ്റ്റ് ഡെലിവറി സംഭവിക്കുമ്പം ഒരുപാട് വേറെയും കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഡെലിവറി സമയത്ത് നോർമൽ ഡെലിവറിക്ക് പകരം സെക്ഷൻ ആവാനുള്ള സാധ്യതകൾ കൂടുതൽ, അതിൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ഇത് ഡെലിവറി ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ 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 കോമൺ ആയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പുറകിലുള്ള പ്രശ്നം ഇതാണ്. എന്തുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ എപ്പോഴും പറയുന്ന സൊല്യൂഷൻ എന്താണെന്നറിയോ? നിങ്ങൾ നേരത്തെ കല്യാണം കഴിച്ചോ, നേരത്തെ കുട്ടികൾ ഉണ്ടാകുമെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല, മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ അത് പറയില്ല. അവരെന്താ പറയുക? നിങ്ങൾ ഏർലി സ്കാനിങ്, ഏർലി ബുക്കിംഗ്, നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ ബുക്ക് ചെയ്തോ, ഫോളിക് ആസിഡ് കഴിക്കുക, സ്കാൻ ചെയ്യുക, എന്നിട്ട് അത് ചെയ്യുക, ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കുറച്ച് നേരത്തെ നിങ്ങളെ ഫാമിലി ബിൽഡ് ചെയ്തോ കംപ്ലീറ്റ് ചെയ്തോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ പ്രാക്ടിക്കൽ സൊല്യൂഷൻ. മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് നമ്മൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. അപ്പം നമുക്ക് വളരെ സാവകാശത്തോടെ നമ്മളെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഫാമിലിയും വളരെ മനോഹരമായി അതിൻ്റേതായിട്ടുള്ള സമയത്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ അതായിരിക്കും നമ്മൾക്ക് പ്രാക്ടിക്കലി ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു പൊതുബോധം എന്ന് പറഞ്ഞാൽ ഈ മാതൃത്വം എന്ന് പറഞ്ഞാൽ വളരെ ഒരു പവർ കുറഞ്ഞൊരു സംഭവമായിട്ട് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? അങ്ങനത്തെ നെറേറ്റീവ്സാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ജസ്റ്റ് മോം എന്നൊരു രീതിയിലേക്ക് ഒതുക്കി കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റേ അറ്റ് ഹോം മോം എന്നൊക്കെ രീതിയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമ്മ എന്ന് പറഞ്ഞാൽ, മാതൃത്വം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അനുഗ്രഹമാണ്, സ്ത്രീത്വത്തിൻ്റെ ഒരു പരിപൂർണമായൊരു ഭാവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഒരു ജനറേഷനെ അടുത്ത ജനറേഷനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് മാതൃത്വം നിർവഹിക്കുന്ന വളരെ വലിയൊരു കടമയാണ്. അപ്പോൾ ആ ഒരു പവർ ഒരിക്കലും ഈ ഫെമിനിസ്റ്റ് ഐഡിയോളജി മുന്നോട്ട് വെക്കുന്നവർ അല്ലെങ്കിൽ ആധുനികതാവാദികളൊന്നും അത് കാണുന്നില്ല. അതൊരു വലിയ പവറാണ്, അല്ലേ? ചെറിയ കുട്ടികളെ വളർത്തി വലുതാക്കി അവരെ സാമൂഹികമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അവർ പ്രാപ്തമാക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പം വെർജീനിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനം, വൈ മാരേജ് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പഠനം, ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലി സ്കോളേഴ്സാണ് അത് പുറത്തിറക്കിയത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അമേരിക്കൻ വാല്യൂസ് എന്ന് പറയുന്ന ഒരു ടീം ഓഫ് ഫാമിലി സ്കോളേഴ്സാണ് അത് പുറത്തിറക്കിയത്. നിങ്ങളിപ്പം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും വൈ മാരേജ് മാറ്റേഴ്സ് എന്ന് പറയും. എന്തുകൊണ്ട് വിവാഹം അനിവാര്യമാകുന്നു, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. 1-2 പോയിൻറ്റ്സ് അല്ല, 30ഓളം പോയിൻറ്റ്സ് അവരെടുത്ത് പറയുന്നുണ്ട്. 30ഓളം ഈ കൊഹാബിറ്റേഷൻ, അതായത് ലിവിങ് ടുഗദർ സിസ്റ്റം അറിയാമല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളൊരു ലിബറൽ ലോകക്രമത്തിൽ കല്യാണത്തിന് വിവാഹത്തിന് ബദലായിക്കൊണ്ട് ഇവർ മുന്നോട്ട് വെക്കുന്നൊരു രീതിയാണ് കൊഹാബിറ്റേഷൻ അഥവാ ലിവിങ് ടുഗദർ. അതായത് ഏത് സമയവും ഏത് പാർട്ട്ണറിൻ്റെ കൂടെ ജീവിക്കാം, ആവശ്യം കഴിഞ്ഞാൽ അതിന്ന് ബ്രേക്കപ്പ് ചെയ്ത് പോരാം എന്ന രീതിയിലാണ് ഇവർ അവതരിപ്പിക്കുന്നത്. ലീഗലി യാതൊരു തടസ്സമില്ല എന്ന രീതിയിൽ. പക്ഷേ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെടുന്നത് സ്ത്രീകളാണ്. നമുക്കൊന്ന് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധം കഴിഞ്ഞ് ഒരു ലിവിങ് ടുഗദർ സിസ്റ്റത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേറൊരു സ്ത്രീയെ കണ്ട്, അപ്പോൾ അവളോട് പറയുകയാണ് വേറൊരു സ്ത്രീയെ കാണും, അപ്പോൾ എനിക്ക് അവളുമായിട്ട് ബന്ധം പുലർത്തണം എന്ന രീതിയിൽ ഈ ബന്ധം ബ്രേക്ക് ചെയ്യാണ്. അവർക്ക് വേറൊരു ബന്ധത്തിലേക്ക് കടക്കാൻ ഈസിയാണ്, ഇതവിടെ കിടക്കുകയാണ്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇമോഷണലി വലിയ അറ്റാച്ച്മെൻ്റ് ഉണ്ടായി അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിപ്രഷനിലേക്ക് കടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാരേജിനകത്ത്, ഒരു കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വളരുന്ന കുട്ടികളും ഈ കൊഹാബിറ്റേഷൻ സിസ്റ്റത്തിൽ അകത്ത് വളരുന്ന കുട്ടികളും അവരുടെ വളർച്ചയും തമ്മിൽ വളരെ അന്തരമുണ്ട് എന്നുള്ള ഈ ഒരു പഠനത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പം മാതൃത്വം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉമ്മമാർ വളരെ ഒരു ഉന്നത ബിരുദമൊക്കെ നേടിയിട്ട് വളരെ ഉന്നത പൊസിഷനൊക്കെ മാറി ജോലിക്ക് ഒഴിവാക്കിയിട്ട് ഫുൾ ടൈം കുട്ടികളെ പരിപാലിക്കാൻ നിൽക്കുന്ന ഉമ്മമാർ, സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് പോലും സിവിയർ ആയിട്ടുള്ളൊരു എന്താ പറയുക കൺഫ്യൂഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആധുനികത ഈ കാലഘട്ടത്തിൽ. പക്ഷെ അതൊന്നും നമ്മൾ ശരിക്കും മൈൻഡ് ചെയ്യുമ്പോൾ ആൾക്കാരെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളിയ ഒരു നിഅമത്താണ് മാതൃത്വം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഈ ഒരു കാര്യത്തിനത് നമ്മൾ കൂടുതൽ പ്രയോറിറ്റൈസ് കൊടുക്കുക, അത് കൂടുതൽ ക്വാളിറ്റി ടൈം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു ജനറേഷൻ അവർ വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. എല്ലാ പെണ്ണിനും ഉമ്മയാവാനും കുട്ടികളെ കൊഞ്ചിക്കാനും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി നടത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? ഒരു ഉദാഹരണം പറയട്ടെ.
നമ്മളുടെ മുന്നിലൂടെ ഒരു ചെറിയൊരു കുട്ടി ഇപ്പോൾ നടന്നു പോകുകയാണെന്നുണ്ടെങ്കിലും ആരും ഞാൻ പറയണ കേൾക്കൂല, എല്ലാവരും കുട്ടീനെ ആയിരിക്കും നോക്കുക അല്ലേ. ഇവനൊരു പിക്ചർ ഇവിടെ തെളിയുകയാണ് ഒരു കുട്ടിയുടെ, നല്ല ഭംഗിയുള്ള ഒരു കുട്ടി, ഭംഗി എന്നല്ല എല്ലാ കുട്ടികളും ഭംഗി തന്നെയാണ്. ഒരു കുട്ടിയുടെ ഫോട്ടോ ഇവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിലേക്ക് ശ്രദ്ധിക്കും അല്ലേ. ഉമ്മ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീയുടെ ഉള്ളിൽ വളരെ ചെറുതാകുമ്പോൾ തന്നെ, എൻ്റെ മോൾക്ക് 10 വയസ്സാണ്, അവൾ കുട്ടികളെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അപ്പോഴേ നമുക്ക് ആ ഒരു ഇഷ്ടം, കുട്ടികളോട് ആ ഒരു ഇഷ്ടം തുടങ്ങും. മദർഹുഡ് അല്ലെങ്കിൽ ആ ഒരു ഉമ്മ എന്ന് പറയുന്ന സാധനം അത്ര ചെറുപ്പം മുതലേ നമ്മളുടെ ഉള്ളിലുള്ളതാണ്. അത് കുട്ടീനെ കൊഞ്ചിക്കുമ്പോഴും കുട്ടിക്ക് പാല് കൊടുക്കുമ്പോഴും കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത്രയും സംതൃപ്തിയോട് കൂടിയിട്ടും സന്തോഷത്തോട് കൂടിയിട്ടാണ് ഓരോ പെണ്ണും ചെയ്യുന്നത്. അപ്പോൾ അതിനെ മാറ്റി നിർത്തിയിട്ടാണ് ഇന്ന് പിന്നെ വാഫിർ അവിടെ ഫസ്റ്റ് സൂചിപ്പിച്ച ഫെമിനിസങ്ങളും അതേപോലെ തന്നെ ഒരുപാട് ലിബറൽ ചിന്താഗതികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെണ്ണെ നീ പഠിക്ക്, പെണ്ണെ നീ പണിയെടുക്ക്, പെണ്ണെ നീ നിൻ്റെ ഒരു മാസത്തിലേക്കുള്ള വരുമാനം കണ്ടെത്ത്, നീ ജീവിക്ക്, നീ ജീവിതം ആസ്വദിക്ക്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നമ്മളുടെ കുട്ടികളുടെ തലയ്ക്കകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് സമ്പാദിക്കണം, എനിക്കെൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം. അതാണ് ഇപ്പോഴത്തെ ടാഗ്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ വേണ്ടി സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത്. ഇത് കുട്ടികളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മൾ അവരോട് ഫാമിലി മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തിനെ കുറിച്ചാണ്. അവരുടെ ഉള്ളിനകത്തുണ്ട്, അവരുടെ അകത്തുള്ള ആ ഒരു പടച്ചോൻ നമുക്ക് ഗർഭപാത്രം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗർഭപാത്രത്തെ വഹിക്കാനും അത് ആസ്വദിക്കാനുള്ള ഹോർമോണും പടച്ചോൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം കൂടി ഈ ഒരു മദർഹുഡായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും കരിയർ ബിൽഡപ്പ് ചെയ്യുന്നവർ പറയാറുള്ളത്, ഞാൻ സമൂഹത്തിന് വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുകയാണ്, ഞാൻ സമൂഹത്തിന് വലിയൊരു സേവനം എൻ്റെ കരിയറിലൂടെ നൽകുകയാണ് എന്നാണ്. അഥവാ നമ്മൾ ചിന്തിച്ച് നോക്കുക, നമ്മളുടെ സമൂഹത്തിന് ഒരു സ്ത്രീ നമ്മളുടെ ഒരു സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മക്കളാണ്. ഒരു പോയമുണ്ട്, ഇംഗ്ലീഷിലുള്ള ഒരു പോയമുണ്ട്, ദ ഹാൻഡ്സ് ദാറ്റ് റോക്സ് ദ ക്രാഡിൽ റൂൾസ് ദ വേൾഡ്. അഥവാ തൊട്ടിലയാട്ടുന്ന കരങ്ങളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത്. അഥവാ ഒരു മദറിന് അത്രയും നല്ല ഒരു മദർഹുഡ് ആ കുട്ടിക്ക് നൽകിയാൽ നല്ല ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു സമൂഹത്തെ, ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ ആധുനികരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള കുറച്ച് പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ വിവാഹം വേണ്ട എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വിവാഹം കുറച്ച് വൈകിപ്പിക്കണം എന്ന് പറയുന്നത് കൊണ്ടും സമൂഹത്തിന് എന്ത് നഷ്ടമാണ് ഉള്ളത്? എന്ത് നഷ്ടമാണ് ഉണ്ടാവുക അങ്ങനെ വിവാഹം വൈകിപ്പിക്കുന്നതിലൂടെ എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിൽ ഇപ്പം 2018 ശേഷമാണ് ഈ ഒരു വലിയ ചേഞ്ച് ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ ഒരു 10 വർഷമെങ്കിലും എടുക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ, വിവാഹം വൈകിപ്പിക്കലും ലിവിങ് ടുഗദറും അതുപോലെ അബോർഷനും ഫ്രീ സെക്സും കാര്യങ്ങളൊക്കെ പയറ്റിയിട്ടുള്ള അതിൻ്റെ ഏറ്റവും ദുരന്തമായിട്ടുള്ള പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്ന പാശ്ചാത്യൻ സംസ്കാരങ്ങൾ, അവിടെ നടന്നിട്ടുള്ള പഠനങ്ങൾ നമ്മൾ ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന പഠനങ്ങളാണ് അവിടെ ഉണ്ടാവുക. അത് ശരിക്കും നമ്മൾ പഠിക്കണം. ഈ പാശ്ചാത്യൻ സംസ്കാരങ്ങളിൽ ഇപ്പോൾ ജപ്പാനിലും ചൈനയിലും US-ലും ഒക്കെ അവിടെ ഒരു 10 വർഷം മുൻപ് അവിടെ നിന്ന് ഇപ്പോൾ 1960-കളിലാണ് സെക്ഷൽ റെവല്യൂഷൻ ഉണ്ടാകുന്നത്. ആ ഒരു സമയം മുതൽ അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ധാർമ്മിക അപചയങ്ങൾ, കുടുംബ സംവിധാനത്തെ തകർക്കൽ, വിവാഹം വൈകിപ്പിക്കൽ, വിവാഹേതര ബന്ധങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പരിണിത ഫലങ്ങൾ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമൂഹം ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വലിച്ചെറിഞ്ഞിട്ടുള്ള, കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞിട്ടുള്ള സംസ്കാരമാണ് നമ്മൾ വളരെ വലിയൊരു സംഭവമായിട്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ കേരളീയ പൊതുബോധത്തിൽ ഭയങ്കര സംഭവമായിട്ട് ഇൻജക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന പ്രയോഗം തന്നെയുണ്ട്. ഗോഡ്ലെസ് അമേരിക്ക, ഫാദർലെസ് അമേരിക്ക എന്നൊരു ഡേവിഡ് ബ്ലാക്ക് ആൻഡ് ഹോമിൻ്റെ ഒരു പഠനമാണ്. അതായത് അമേരിക്കയിൽ 1960-കളിൽ ഉണ്ടായ സെക്ഷൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ലിബറേഷൻ,
ആരുമായിട്ടും പിന്നെ ലൈംഗികമായി ബന്ധപ്പെടാം. അതിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല. അത്തരം മാസ്റ്റർബേഷൻ പല കാര്യങ്ങൾ കുത്തഴിഞ്ഞ ലൈംഗികതയിലേക്ക് ആ ഒരു നാട് കടക്കുകയാണ്. ഇപ്പോൾ ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഇത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് വാഫിറത്ത പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ചോദ്യം ആയിഷത്തനോടാണ്. നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വലിസത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്തകളുടെ ഒരു കാലഘട്ടത്തിലാണ്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് വിവാഹം അതുപോലെ ഇണജീവിതം എന്നത് എത്രത്തോളം പ്രസക്തമാണ്? ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യജീവിതത്തിൽ ആരോഗ്യത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അത്രത്തോളം തന്നെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ആവശ്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ആ പ്രാധാന്യങ്ങൾ, ആ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് ഇണ എന്നുള്ളത് തന്നെയാണ് സുരക്ഷിതമായ ഒരു മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നേരത്തെ രാജി പറയണ്ടായി, കുട്ടികളെ നമുക്ക് വേണ്ട, വൈകി ഉണ്ടായാൽ മതി എന്ന് പറയുന്നവരും ചായാനൊരു തോളും പറയാനൊരു ആളും എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇണയുടെ സ്നേഹം തേടുന്ന ഒരു സ്വാഭാവിക പ്രവണത മനുഷ്യനുണ്ട്. ഇണയുടെ സ്നേഹം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പരിഗണന, സ്നേഹം, ഇതൊന്നും ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല, ഇണയിൽ നിന്നും ഇത് ആഗ്രഹിക്കാത്തവരായിട്ട്. അപ്പോൾ ഇണയെ വേണ്ടെന്ന് വെക്കാൻ സാധ്യമല്ല. അപ്പോൾ പലപ്പോഴും പല പെൺകുട്ടികളും പറയുന്നത് കേൾക്കാറുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു പൊതുസമൂഹത്തിൻ്റെ തെറ്റിദ്ധരിപ്പിക്കലിൻ്റെ അടിസ്ഥാനത്തിൽ പലരും പറയും, ഒരാൺതുണയില്ലാതെ ജീവിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ മനോഹരമായിട്ടൊരു ആൺതുണയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നവർ വാദിക്കാറുണ്ട്. സത്യത്തിൽ സമൂഹത്തിൻ്റെ ഇപ്പോൾ ഇതുവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഈ തെറ്റിദ്ധരിപ്പിക്കലിൽ അകപ്പെട്ടുകൊണ്ട് യാഥാർത്ഥ്യം അവരുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. ഇണയുടെ സ്നേഹവും സാന്നിധ്യവും അനിവാര്യമായിട്ട് വരികയാണ്. ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയെടുത്താലും നമ്മളുടെ കൂടെ അതെല്ലാം പങ്കിടാനും അനുഭവിക്കാനും ഒരു ഇണയില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സംതൃപ്തിയെ അത് അപൂർണമാക്കുമെന്നുള്ളതാണ്. നമുക്കൊരു അർത്ഥമില്ലായ്മയാണ് അനുഭവപ്പെടുന്നത്, ഒരു അരക്ഷിതാവസ്ഥയാണ് അതിലൂടെ മനുഷ്യനിൽ ഉണ്ടായിത്തീരുന്നത്. ഈ ഒരു അരക്ഷിതാവസ്ഥയാണ് പലപ്പോഴും മനുഷ്യനെ വിഷാദ രോഗത്തിലേക്ക് പോലും തള്ളിയിടുന്നത്. ഇനി മറ്റൊരു കാര്യം, മനുഷ്യ ശരീരത്തിൽ ലൈംഗിക ഹോർമോണുകൾ സജ്ജമായി കഴിഞ്ഞാൽ പിന്നെ ലൈംഗികത എന്നത് ഒരു അനിവാര്യ ആവശ്യമായിട്ട് മാറുകയാണ്. അപ്പോൾ വിവാഹം വേണ്ടെന്ന് വെക്കുന്നവർ, ഇണയെ വേണ്ടെന്ന് വെക്കുന്നവർ, അല്ലെങ്കിൽ വിവാഹത്തെ ദീർഘകാലം വൈകിപ്പിക്കുന്നവർക്ക് അവിടെ എന്താണ് പരിഹാരം? അത്തരം ആവശ്യങ്ങളെ അവർ എങ്ങനെയാണ് നേരിടുക? രണ്ട് ഓപ്ഷനാണ് അവരുടെ മുന്നിലുള്ളത്. ഒന്നുകിൽ ലൈംഗികതയെ അവർക്ക് കയറൂരി വിടണം, അഥവാ മൃഗതുല്യമായിട്ട് തോന്നിയതുപോലെ അത് അനുഭവിക്കണം, അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തണം എന്നുള്ളതാണ്. ലൈംഗികതയെ കയറൂരി വിട്ടാൽ ഉണ്ടാകുന്ന സാമൂഹിക ഭവിഷ്യത്തുകളെ കുറിച്ച് വാഫർ ഇവിടെ പറയണ്ടായി. അത് ധാർമ്മിക സമൂഹത്തിൻ്റെ തകർച്ച തന്നെ സാധ്യമാക്കും. അതുകൊണ്ട് തന്നെ അത് അസാധ്യമാണ്. മനുഷ്യവർഗത്തിൻ്റെ സ്വൈര്യ ജീവിതത്തിന് ധാർമ്മികത ഇവിടെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ലൈംഗികത കയറൂരി വിടുക എന്നത് അപ്രായോഗികം തന്നെയാണ്, ആരെന്തൊക്കെ പറഞ്ഞാലും. പിന്നീടൊന്ന് അതിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ്, അതിനെ ഒതുക്കി വെക്കുക, അത്തരം വികാരങ്ങൾ ഒതുക്കി നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്രകാരം ഒതുക്കി നിർത്താൻ ശ്രമിക്കുമ്പോൾ അത് മനുഷ്യനിലെ അന്ധക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു, ചിന്തകൾ മലീമസമാക്കുന്നു, അതേപോലെ തന്നെ അവരുടെ സ്വഭാവങ്ങളിൽ വൈകല്യമുണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അതുണ്ടാക്കുന്നു. മാത്രമല്ല, ലൈംഗിക തൃഷ്ണയെ ഒതുക്കി വെക്കാൻ അല്ലെങ്കിൽ അടിച്ചമർത്താൻ സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം ബ്രഹ്മചര്യവും അതേപോലെ നിത്യകന്യകാത്വത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരുമായിട്ടുള്ള ആളുകളിലെല്ലാം നടത്തിയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് അവരിലെല്ലാം പലതരത്തിലുള്ള രതിവൈകൃതങ്ങളും നിലനിൽക്കുന്നു എന്നാണ്. അഥവാ ലൈംഗിക തൃഷ്ണയെ ഒരാൾക്ക് അടക്കി നിർത്താൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ മാനസിക വൈകാരിക ആവശ്യങ്ങൾക്ക് ഒരാൾക്ക് ഇണ അനിവാര്യമാണ്. അല്ലെങ്കിൽ അവൻ തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിവാഹം വൈകിപ്പിക്കുക എന്നതുപോലും ഭൂഷണമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിന് പരിഹാരമായിട്ട് പറയുന്നത് സൂറത്ത് നൂറിൻ്റെ 32-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വിവാഹപ്രായം എത്തിയവർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവസമൂഹത്തെ വിളിച്ചുകൊണ്ട്, യുവസമൂഹമേ, നിങ്ങൾ വിവാഹം കഴിക്കുക,
അത് നിങ്ങളുടെ കണ്ണുകളെയും ജനനേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ അതാണ് നിങ്ങൾക്കുത്തമം. അഥവാ വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ തെറ്റായ വഴികളിലേക്ക് സഞ്ചരിക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിവാഹം എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. എൻ്റെ ദീൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവർ വിവാഹം കഴിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മനസ്സിലാക്കുന്നു, വ്യക്തി ജീവിതത്തിൻ്റെ സംതൃപ്തിയുടെ പൂർണ്ണതക്കും ധാർമ്മിക സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും വിവാഹം അനിവാര്യമാണ്. എന്തിൻ്റെ പേരിലായാലും അത് ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നതെല്ലാം വ്യക്തിക്കും സമൂഹത്തിനും ദോഷം മാത്രം ചെയ്യുകയുള്ളൂ എന്നാണ് നമ്മളതിലൂടെ മനസ്സിലാക്കുന്നത്. നമ്മളെ കൂട്ടത്തിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും നമ്മളെ കൂട്ടത്തിൽ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങളൊക്കെ മനസ്സിലുള്ള എന്താ? എനിക്ക് നല്ലൊരു ജോലിയും വേണം, നല്ല ഫാമിലിയും വേണം, അല്ലേ? ഈ പറഞ്ഞ പോലെ എല്ലാം പെട്ടെന്ന് കഴിയണം. പക്ഷേ എൻ്റെ സ്വപ്നമാണ് അത്, അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളുണ്ട്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള പരിഹാരങ്ങൾ നമുക്കൊക്കെ കഴിയുമെങ്കിൽ നമുക്കതൊക്കെ ഫോളോ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ ജീവിതത്തിൽ ജോലിയും അതേപോലെ നമ്മളുടെ ഇബാദത്തുകളും നമ്മളെ കുട്ടികൾ, നമ്മളെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഒരുപാട് പന്തുകൾ ഒരേ സമയം നമ്മളിങ്ങനെ ജഗിൾ ചെയ്യൂലേ, സർക്കസിലൊക്കെ കാണുമല്ലോ, അതുപോലെ നമ്മളിങ്ങനെ ജഗിൾ ചെയ്തുകൊണ്ട് കൊണ്ടുപോവാണ്. വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ നമ്മളെ ചിന്തിച്ച് നോക്കുക, ചില പന്തുകൾ ഇങ്ങനെ ഗ്ലാസ് പന്തുകളാണ്, അത് താഴെ വീണാൽ പൊട്ടിപ്പോകും. എന്നാൽ ചില പന്തുകൾ റബ്ബർ പന്താണ്, അത് താഴെ വീണാലും ചിലപ്പോൾ നമുക്കത് പൊട്ടാതെ തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ അത് കുറച്ച് ഞാൻ തിരിച്ചു വരും, നമുക്കറിയാം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് നമ്മളെ ഗ്ലാസ് പന്ത്, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ പാടില്ലാത്ത പന്ത് ഏതാണ് നമ്മളെ റബ്ബർ പന്ത് എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. അള്ളാഹുവുമായുള്ള നമ്മളെ ബന്ധം, നമ്മുടെ ഇബാദത്ത്, നേരത്തെ നമ്മളെ വിദ്യാർത്ഥിനി സഹോദരിമാർ കുറേ പറഞ്ഞല്ലോ, ക്യാമ്പസുകളിൽ എങ്ങനെ പോയാലും നമ്മൾ നമസ്കാരം ഒന്നും കോംപ്രമൈസ് ചെയ്യരുതെന്നുള്ളൊരു പോയിന്റ്. എന്തൊക്കെ വന്നാലും ഏത് പ്രൊഫഷൻ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ആ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസസ് വരുത്താതിരിക്കുക. അതൊരു ഗ്ലാസ് പന്ത് തന്നെയാണ്. താഴെ വീണാൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പഴയതുപോലെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്, പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യമാണ്. മറ്റൊന്നെന്താണ്? നമ്മുടെ കുടുംബം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ അതേ സമയത്ത് നമ്മളെ കരിയർ ആവട്ടെ, നമ്മളെ എഡ്യൂക്കേഷൻ ആവട്ടെ, ഇതൊക്കെ നമ്മൾ റബ്ബർ പന്ത് പോലെ നമ്മളത് ജഗിൾ ചെയ്തുകൊണ്ട് കൊണ്ടുപോവാണ്. പക്ഷേ ചില സമയത്ത് അത് താഴെ പോകേണ്ടി വന്നേക്കാം, കാരണം നമ്മൾ ബാക്കിയുള്ള പന്തുകൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയാണ് എന്നുള്ള രീതിയിൽ മാത്രം നമ്മളതിനെ എടുത്താൽ മതി. ഇപ്പോൾ അധികം ആളുകൾ പറയുന്ന ഒരു ആശങ്ക എന്താ? വിവാഹം കഴിഞ്ഞാൽ കുട്ടികളുണ്ടായാൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ശരിയല്ലേ? പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുക ചെയ്യാം. അത് എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറയുകയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു പേജ് ഇപ്പോൾ പഠിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, നമ്മളൊരു പേജിൻ്റെ മുന്നിൽ ചിലപ്പോൾ 5 മണിക്കൂറൊക്കെ ചിലപ്പോൾ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റും, പാസീവ് റീഡിങ് ചെയ്യാൻ പറ്റും. നമ്മളെ മനസ്സ് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. നേരെ മറിച്ച് കുട്ടിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഉറങ്ങണ നേരം വേണം അയാൾക്ക് പഠിച്ച് തീർക്കാൻ, അല്ലേ? അയാൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവും. ആ 1/2 മണിക്കൂർ കൊണ്ട് അയാൾക്ക് ഈ ചാപ്റ്റർ തീർക്കണം, എന്നിട്ട് വേണം ബാക്കി പണികൾ ചെയ്യാൻ. നമ്മൾ അത്തരം ടാസ്കുകൾ നമ്മൾ കുറച്ചും കൂടി പ്രഷറിലാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ചെയ്തു പോവുക ചെയ്യുക. അപ്പം ഒരിക്കലും ഒരാൾ അതുകൊണ്ട് എന്താ പറയുക, ബാക്കി അയാളുടെ പഠനമല്ല കോംപ്രമൈസ് ചെയ്യുക. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഉണ്ടാകുമ്പം ഒരു പക്ഷേ നമ്മൾ വെറുതെ റീൽസൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യും, അതുപോലെ സ്ക്രോൾ ചെയ്യില്ല. അല്ലെങ്കിൽ ആ കാര്യങ്ങളാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുക. എന്നാൽ നമ്മളെ സമയം വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ ആ കുട്ടീനെ രാവിലെ തൊട്ട് രാത്രി വരെ നോക്കി എന്നുള്ളത് തന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു കാര്യമല്ലേ, ഒരു ചെറിയ കുട്ടീനെ നമ്മൾ നോക്കി എന്നുള്ളത്. അപ്പം നമുക്കത് ആ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സന്തോഷിക്കാം. അതേപോലെ നമ്മൾ ഇപ്പോൾ ജോലിക്ക് വേണ്ടി ഒക്കെ നമുക്ക് ദൂരം വിട്ട് നിൽക്കേണ്ടി വരികയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് തൽക്കാലം നമുക്ക് ഈ ജോലി വേണ്ട, അല്ലെങ്കിൽ നമ്മൾ കുട്ടീനെ വീട്ടിലാക്കിയിട്ട് നമുക്ക് കണ്ടിട്ടില്ല 40 ദിവസമൊക്കെ പ്രായമുള്ള കുട്ടികളെ വീട്ടിലാക്കിയിട്ട് ഒരുപാട് ദൂരത്തേക്കൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. ജർമ്മനിയിൽ ഒരു പ്രൊമോഷൻ കിട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവിടെ നമ്മൾ കുട്ടിയുടെ അവകാശത്തെക്കുറിച്ച് മനസ്സിലാക്കണം. കുട്ടി ഫീഡ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ അതൊക്കെ നമ്മൾ ചിന്തിക്കുക. മാത്രമല്ല നമ്മളപ്പോൾ വിചാരിക്കുക, ഇപ്പോൾ തൽക്കാലം എനിക്ക് ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലല്ലോ, അപ്പോൾ തൽക്കാലം എൻ്റെ ടച്ചൊക്കെ വിടാതിരിക്കാനാണെങ്കിൽ ഞാൻ കുറച്ച് സമയം മാത്രമുള്ളൊരു ജോലി, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഞാൻ എൻ്റെ ഇതൊക്കെ ഞാനൊരു ടച്ചിൽ നിന്നോളും, കുട്ടി കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ ഞാൻ ചെയ്തോളാം. ഈ രീതിയിൽ നമ്മൾ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രാക്ടിക്കലായിട്ടൊക്കെ നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആഗ്രഹമുള്ളവർക്കൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ പലപ്പോഴും പെൺകുട്ടികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശങ്കയാണ് കുടുംബം, ജോലി, വിവാഹം, അതുപോലെ വിദ്യാഭ്യാസം. എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക അവർ പ്രകടിപ്പിക്കുമ്പോൾ ഒരു വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു ഹദീസ് ഉണ്ട്. അത് നമ്മളെല്ലാവരും ശരിക്കും പഠിക്കേണ്ടതാണ്. അത് പ്രൊഫഷണൽസ് ആണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും എല്ലാവരും ഈ ഹദീസ് പഠിക്കേണ്ടതാണ്.
മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട്, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു, ആരുടെയെങ്കിലും പരലോകം ആരുടെയെങ്കിലും കൺസേൺ ആവുകയാണെങ്കിൽ, അതായത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ, ആരെങ്കിലും അതിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ പറയാണ്. എന്താണ്? ഒന്നാമത്തെ കാര്യം, ജഅല അല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തിന് ഗിന നൽകും എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഒരു ഐശ്വര്യം കൊടുക്കും ഹൃദയത്തിന്. എത്ര സുഖ സൗകര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, പല ആളുകളും നമ്മൾ കാണുന്നുണ്ടല്ലേ ഒരു തരത്തിൽ സന്തോഷമില്ലാതെ ജീവിക്കുന്ന, ഒരു മനസ്സമാധാനം കിട്ടാത്ത രീതിയിൽ ജീവിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ എത്രത്തോളം ജീവിത തിരക്കുകൾക്കിടയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി, നമുക്ക് പാരത്രിക വിജയത്തിന് വേണ്ടിയിട്ട് അതിന് ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് അല്ലാഹു പറയാണ്, നിങ്ങളുടെ ഹൃദയത്തിന് എന്ത് ചെയ്യും? ഗിന ഉണ്ടാവും, ഒരു ഐശ്വര്യം ഉണ്ടാവും, സമ്പത്ത് ധന്യത ഉണ്ടാവും എന്നുള്ളത്. രണ്ടാമതായിട്ട് പറയാണ്, ഓ ജമാ ലഹു ഷംലഹു, അവൻ്റെ എല്ലാ അഫയേഴ്സും കാര്യങ്ങളുമെല്ലാം അള്ളാഹ് ഏറ്റെടുക്കും എന്ന് പറയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അഫയേഴ്സ്, കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഡ്യൂട്ടികളെല്ലാം ഒന്ന് ഓർഡർ ആക്കി ഒരു ഈസിനെസ് നമുക്ക് ഉണ്ടാവും. നമ്മളെല്ലാം, അത് കുടുംബമായിക്കോട്ടെ, ഭർത്താവിൻ്റെ വിഷയമാവട്ടെ, മക്കളെ നോക്കുന്ന കാര്യമായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും നമുക്കൊരു ഈസിനെസ് പഠിച്ചു വിട്ട് തരും. അതാണ് നമ്മുടെ അഫയേഴ്സ് അല്ലാഹ് ഏറ്റെടുക്കുമെന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയൊരു സെക്യൂരിറ്റി നമുക്കവിടെ ഫീൽ ചെയ്യും, എത്രത്തോളം ഒരു സന്തോഷം നമുക്കവിടെ ഫീൽ ചെയ്യുന്നത് മനസ്സിലാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദുനിയ വഹിയ റാഗിമ എന്ന് പറയുന്നത്, ദുന്യാവിനെ അവൻ്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. അവന് വേണ്ടെങ്കിലും വേണമെങ്കിലും ഈ ലോകത്തെ വിഭവങ്ങൾ അവൻ്റെ അടുത്തേക്ക് വരും, ദുന്യാവ് അവൻ്റെ അടുത്തേക്ക് വരും. എന്താണ് കണ്ടീഷൻ? ഈ അള്ളാഹിൻ്റെ കാര്യം, അതായത് ദീനിൻ്റെ കാര്യം, പരലോകം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ. നേരെ മറിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് തിരക്കുകൾക്കിടയിൽ, നേരത്തെ നാജി പറഞ്ഞ പോലെ, നമ്മൾ നമസ്കാരം ഒന്നും കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും അലക്ഷ്യമായിട്ട് പോവുകയാണ്. എൻ്റെ കരിയർ, എൻ്റെ ജീവിതം എന്ന രീതിയിൽ അതിൻ്റെ പിന്നാലെ ഓടിപ്പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ദീനിൻ്റെ കാര്യം കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയാണ്, മൻ കാനത്തി ദുനിയ ഹമ്മഹു ജഅല അല്ലാഹു ഫഖറഹു ബൈന ഐനിഹി, അവൻ്റെ കൺമുൻപിൽ ദാരിദ്ര്യമുണ്ടാവും, അവൻ്റെ കൺമുന്നിലേക്ക് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ വഫറഖ അലൈഹി ഷംല, അവൻ്റെ അഫയേഴ്സ് അല്ലാഹ് ഡിസോർഗനൈസ് ചെയ്യും. അവൻ്റെ കാര്യങ്ങൾ, അവന് എന്തിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്നോ, ദുന്യവിയായ കാര്യങ്ങൾക്ക് എന്തിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്നോ, അതൊക്കെ ആകെ ചിന്ന ഭിന്നമാവും, ഒരു മനസമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അവസാനമായി പറയാണ്, വലം യഅതിഹി മിന ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അവൻ്റെ മേൽ ഖദർ, അവൻക്ക് വിധിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ മാത്രമേ അവന് കിട്ടുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞു, പരലോകത്ത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതും നമ്മുടെ അടുക്കലേക്ക് ജീവിത വിഭവങ്ങൾ വരും. പക്ഷേ ദുന്യാവിൻ്റെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്തവനക്ക് അതില്ല, അവന് ഡിഗ്രി ചെയ്യപ്പെട്ട, അവന് വിധിക്കപ്പെട്ടത് മാത്രം വരുള്ളൂ. ഈ ഒരു ഹദീസ് നമ്മളെല്ലാവരും ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ നോക്കുക. നമ്മൾ എന്ത് തിരക്കുണ്ടായിക്കോട്ടെ, പടച്ചവനിൽ അത് തവക്കുൽ ചെയ്യുക. അല്ലാഹ് നമുക്കത് ഈസി ആക്കി തരും എന്നുള്ളൊരു ആത്മാർത്ഥത ഉണ്ടാവുക. പടച്ചവനോട് കൂടുതൽ ക്ലോസ് ആവുക, പ്രയാസങ്ങൾ പറയുക, സുജൂദിൽ വീണ് കരയുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് തന്നെ നമുക്ക് ഈന നഫ്സ് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരും എന്ന് തന്നെയാണ് ഈ ഒരു ഹദീസ് എല്ലാവരും പഠിക്കണമെന്ന് പറയണം. എന്താണ് സൊല്യൂഷൻ എന്നാണ് ചോദിച്ചത്. പരിഹാരം ഫാമിലിയാണ് പരിഹാരം. ഫാമിലി തകരരുത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം. ഫാമിലിയെ തകർക്കാനാണ് ഇന്ന് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഇസങ്ങളും വാഫിർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഫസ്റ്റിൽ സൂചിപ്പിച്ച ഒരുപാട് കാരണങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ആ കാരണങ്ങളും അതോടൊപ്പം തന്നെ ഇന്ന് നമുക്കറിയാവുന്ന ലിബറലിസം, ജെൻഡർ ന്യൂട്രാലിറ്റി, LGBTQ, ഒരുപാട് സാധനങ്ങൾ എല്ലാതും ഒരു ലക്ഷ്യമാണ്. ഫാമിലി തകർന്നാൽ അതിനകത്ത് പിന്നെ എന്തും നടക്കും. ഇവിടെ എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും, എല്ലാ ചീത്ത കാര്യങ്ങളും ഇവിടെ നടക്കും. പിന്നെ എല്ലാത്തിനും ഫ്രീഡമായി. ലിബറലിസം കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ, അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്, ഒന്ന് ഫ്രീഡമാണ്, ഒന്ന് ഇക്വാലിറ്റിയാണ്. ഇത് രണ്ടും പരിധിയിൽ കവിഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ ഉണ്ടാവുക? പിന്നെ നമുക്ക് നോക്കണ്ട അല്ലേ? ഒരു നിയമം ഇപ്പം എന്താ, റോഡിൻ്റേതായ നിയമങ്ങളുണ്ട് അല്ലേ, ട്രാഫിക് റൂൾസ്. അതിലൊന്നും ഒരാൾ തെറ്റിച്ചാൽ എന്താ സംഭവിക്കുക? മൊത്തം തകരും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നിയമങ്ങൾ എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മളുടെ
സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതുപോലെ നമ്മളെ പടച്ച നമ്പുരാൻ നമ്മളുടെ സേഫ്റ്റിക്ക്, നമ്മളുടെ സുരക്ഷിതത്വത്തിന്, ഈ ലോകം വളരെ ഭംഗിയായിട്ട് സുന്ദരമായി നടന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ എപ്പോൾ തെറ്റുന്നുവോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ നിയമങ്ങളെ നമ്മൾ എപ്പോഴും മുറുകെ പിടിക്കുക. നമ്മൾ ഇപ്പോൾ ന്യൂ ജനറേഷൻ ഇവിടെ കൂടിയിട്ടുള്ള ഒരുപാട് കുട്ടികൾ അവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാലും, നമ്മുടെ മുന്നിൽ ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും, ഒരുപാട് ഇസങ്ങൾ കടന്നു വരും, ഒരുപാട് ചിന്തകൾ വരും. ആ ചിന്തകൾ നമ്മളുടെ മുന്നിൽ ഇതേപോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് പരിശോധിക്കണം, ഒന്ന് പഠന വിധേയമാക്കണം. ഇത് ശരിയാണോ, ഇത് തെറ്റാണോ? അങ്ങനെ പഠന വിധേയമാക്കാൻ വേണ്ടി നമ്മളുടെ കയ്യിലുള്ള ഗ്രന്ഥമാണ് ഖുർആന്. അതുപോലെ തന്നെ നമുക്ക് നബിചര്യയുണ്ട്. ഇത് രണ്ടും വെച്ച് ഈ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കടന്നു പോകുന്ന പല ഇസങ്ങളും പല ചിന്താഗതികളും ശരിയാണോ തെറ്റാണോ, ഇതെങ്ങനെയാണ് ഞാൻ ഇതിനോട് നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും കഴിവും പഠിച്ചവൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എവിടെ കൊണ്ടുപോയിട്ടാലും, ഈ നൂറ്റാണ്ടുകൾ ബാക്കോട്ട് പോയാലും നൂറ്റാണ്ടുകൾ മുന്നോട്ട് കൊണ്ടുപോയാലും മനുഷ്യന് എവിടെയും നിലനിൽക്കാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് പഠിച്ചവൻ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത്രയും വലിയ ഒരു കമ്പ്യൂട്ടർ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് ചിന്തിക്കാൻ, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അത്രയും സ്വതന്ത്രമായിട്ടാണ് മനുഷ്യനെ പഠിച്ചവൻ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നിലപാടുകൾ എവിടെയും കൃത്യമായിട്ട് ഏത് വിഷയത്തിലും സ്വീകരിക്കാനുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോൾ ഇതുവരെ നടന്ന ചർച്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കി, പുതിയ സമൂഹത്തിലെ പെൺകുട്ടികൾ വിവാഹത്തോട് വിമുഖത കാണിക്കുന്നു, താല്പര്യം കുറയുന്നു എന്നുള്ളതൊക്കെ തന്നെ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മുന്നിലിരിക്കുന്ന മാതാക്കൾ, രക്ഷിതാക്കൾ അത് അനുഭവിച്ചറിയുന്നുണ്ട്. പെൺകുട്ടികൾ വിവാഹത്തോട് താല്പര്യം കാണിക്കാത്തതിൻ്റെ ഒരു പ്രയാസം പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ ആൺകുട്ടികൾക്ക് പെണ്ണിനെ കിട്ടാനില്ലാത്ത പ്രയാസവും ഇന്ന് പലരും പങ്കുവെക്കുന്നുണ്ട്. പല ഉമ്മമാരും എൻ്റെ മുന്നിലിരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം വേണം. എനിക്ക് നിർദ്ദേശിക്കുവാനുള്ള, എൻ്റെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും നല്ല ഒരു പരിഹാരം എന്നുള്ളത്, പഴയ കാലത്തൊക്കെ നമ്മുടെയൊക്കെ കാലത്ത് 17-18 വയസ്സാകുമ്പോഴേക്കും നമ്മളതിനെ മധുര 17 എന്ന് വിശേഷിപ്പിച്ചിരുന്നു. വിവാഹത്തിൻ്റെ മധുരമായ സങ്കല്പങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു. ഇന്ന് വേണ്ടാത്ത കുറേ ചിന്തകൾ കടത്തി കൂട്ടിയതിൻ്റെ പേരിൽ മനസ്സുകളിൽ നിന്നും ആ മധുരതരമായ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ പുതിയ സമൂഹത്തിൻ്റെ മനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് ഇമ്പവും ഇഷ്ടവും വർദ്ധിക്കുന്ന വിവാഹ ജീവിതത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ മുന്നിലിരിക്കുന്ന മാതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പവും ഇഷ്ടവും വർദ്ധിക്കുന്ന ആ ജീവിതം പ്രാക്ടിക്കലായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല പരിഹാരം. അതോടൊപ്പം തന്നെ അത് അവരുടെ മുന്നിലേക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുകയും വേണം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അതിമനോഹരമായ ഒരു ഇണസങ്കല്പമാണ്. ഭാര്യ ഭർത്താവ് എന്ന പദം പോലും വളരെയധികം അപകടകരമാണ്. ഭരിക്കുന്നവൻ ഭരിക്കപ്പെടുന്നവൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ദമ്പതികളുടെ പറയുന്ന പേര് അസ്വാജ് എന്നതാണ്. ഇണകളാണ് അവർ, പരസ്പരം ഇണകളാണ്. ഇണകളായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മനോഹരമായ അവസ്ഥകളെ ഇസ്ലാം കൃത്യമായിട്ട് വരച്ചു കാട്ടുന്നുണ്ട്. പ്രപഞ്ചത്തിലെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഇണകൾക്കിടയിലുള്ള ആ ഒരു വല്ലാത്ത സ്നേഹത്തെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഒമിൻ ആയാതിഹി അൻ ഖലഖലകും അസ്വാജ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ ഇണകളായിട്ട് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ടോ വജഅല ബൈനക്കും എന്താണ് അവർക്കിടയിൽ അവൻ എന്ത് സൃഷ്ടിച്ചിട്ടുണ്ട്? ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദതം വറഹ്മ. അവർക്ക് പരസ്പരം സമാധാനവും സംതൃപ്തിയും അനുഭൂതിയും ഒക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കിടയിൽ പ്രണയവും കാരുണ്യവും അള്ളാഹു ഉണ്ടാക്കി കൊടുത്തത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. സച്ചരിതരായ മനുഷ്യരുടെ തേട്ടമായിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് വയഖൂലൂന റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്നാണ്. അവർ എൻ്റെ ഇണകളിൽ നിന്നുള്ള കൺകുളിർമ തേടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അത് സച്ചരിതരായ മനുഷ്യരുടെ ലക്ഷണമായിട്ട് പഠിപ്പിക്കുമ്പോൾ അത് മനുഷ്യ ജീവിതത്തെ
ഏറെ വിശാലമാക്കും. ആ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതം ഏറെ കുടുസായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ആ ഇണസങ്കല്പം എങ്ങനെയാണ് പരസ്പരം എല്ലാ ന്യൂനതകളോടും കൂടിയിട്ട് അംഗീകരിച്ച് നിനക്ക് ഞാനുണ്ടെന്ന് പറയുന്ന, നിനക്ക് ഞാനില്ലേ എന്ന് പറയുന്ന, നിൻ്റെ എല്ലാ പോരായ്മകളും എനിക്കിഷ്ടമാണെന്ന് പറയുന്ന, അങ്ങനെ അതിൻ്റെ നന്മയും തിന്മയും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ബന്ധം. ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന എന്നാണ്. പരസ്പരം വസ്ത്രങ്ങൾ പോലെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നാകുന്ന അതിമനോഹരമായ ആ ഇണസങ്കല്പത്തെ പുതിയ സമൂഹത്തിന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അതിമനോഹരമായ നിമിഷങ്ങളെ നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിക്കും. ആണിനും പെണ്ണിനും മാതൃകയാക്കാവുന്ന ഒരുപാട് മാതൃകകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലോകത്ത് പകരം വെക്കാനില്ലാത്ത പ്രണയമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ളത്. ഈ ലോകത്ത് പ്രവാചകത്വം എന്ന മഹാദൗത്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർത്തീകരിക്കാൻ സഹായകമായ ഏറ്റവും വലിയ ഭൗതിക ഘടകങ്ങളിലൊന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിശാലമായ പ്രണയമായിരുന്നു. അവർക്കിടയിലെ പ്രായവ്യത്യാസമോ അവർക്കിടയിലെ ധനത്തിൻ്റെ വ്യത്യാസമോ ഒന്നും അവർക്ക് ഇടയിലെ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നനവുള്ള പ്രണയത്തിൻ്റെ ജീവിതം അവർക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിൻ്റെ ശേഷം പോലും ആ നനവുള്ള ഓർമ്മകളെ റസൂലുള്ള കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് ചരിത്രത്താളുകളിൽ നമ്മൾ വായിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ബുദ്ധികൂർമ്മതയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പ്രവാചക ജീവിതത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എത്ര മനോഹരമായിരുന്നു ആ ദാമ്പത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ ഭാര്യമാരെ കൂടെ കൂട്ടും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഞങ്ങൾ ഏതെങ്കിലും സംഘത്തിൻ്റെ കൂടെയാണെങ്കിൽ റസൂലുള്ള പറയും, നിങ്ങളൊന്ന് മുന്നോട്ട് നടന്നോളൂ കേട്ടോ, ഞാനും ആയിഷയും കൂടി ബാക്കിൽ വന്നോളാം, പിന്നാലെ വന്നോളാം. എന്നിട്ട് പിറകിലേക്ക് നിൽക്കും. എന്നിട്ട് പറയും, ആയിഷ നമുക്കൊന്ന് ഓട്ട മത്സരം നടത്തിയാലോ? എന്നിട്ട് അവർ ഓട്ട മത്സരം നടത്തിയിരുന്നു എന്നും തടിയില്ലാത്ത കാലത്ത് ഞാൻ ജയിച്ചു എന്നും പിന്നീട് എൻ്റെ പ്രകൃതിക്ക് തടി കൂടിയപ്പോൾ റസൂലുള്ള ജയിച്ചപ്പോൾ അന്നത്തേതിന് ഇന്ന് ഞാൻ പകരം വീട്ടിയില്ലേ എന്ന് ചോദിച്ച് റസൂലുള്ള ചിരിച്ചു എന്നും കാണാം. നോക്കൂ നിങ്ങൾ, ജീവിതത്തിൽ പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ട് വീട്ടിൽ വഴക്കുകളും വക്കാണങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും ആ മനോഹരമായ പ്രണയ നിമിഷങ്ങൾക്ക് നമുക്കൊക്കെ ഒരുപാട് മാതൃകകളുണ്ട്. നമ്മുടെ ഇടയിലൊക്കെ പല പൊട്ടലുകളും ചീറ്റലുകളും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്കറിയാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു പാത്രം എറിഞ്ഞടിച്ച ഒരു സംഭവമുണ്ട്. ഒരു ഇഷ്ടക്കേടുണ്ടായ നിമിഷത്തിൽ, ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. അത് നമ്മളാണെങ്കിലും നമ്മുടെ ഭർത്താവാണെങ്കിലും എന്തായിരിക്കും അവസ്ഥ? റസൂലുള്ള അവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ ഉമ്മാക്ക് ദേഷ്യം പിടിച്ചിരിക്കുന്നു എന്ന് ആ പാത്രത്തിൽ പലഹാരം കൊണ്ടുവന്ന മനുഷ്യനോട് പറയുന്നു. ആ പലഹാരം പെറുക്കിയെടുക്കുന്നു. എത്ര മനോഹരമാണ് ആ കാഴ്ച. ഇതുപോലെ എൻ്റെ സമയക്കുറവ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. നോക്കൂ നിങ്ങൾ, റസൂലുള്ള യാത്രകളിൽ ഭാര്യമാരെ കൂടെ കൊണ്ടുപോകും. ആയിഷ ബീവിയുടെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ ചിരിക്കാൻ തോന്നും. കാരണം 2 പ്രാവശ്യം മാല പോയിട്ടുണ്ട്. എപ്പോഴും ഇത് കളയൽ തന്നെയാണോ, നിനക്ക് പണി എന്ന് ചോദിക്കുന്നില്ല. 2 ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഒരു സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല പോയി. അതുകൊണ്ട് എല്ലാവർക്കും ഒതു കൊടുക്കാൻ വെള്ളം കിട്ടാതെയും ഒരുപാട് പ്രയാസമുണ്ടായി. എല്ലാവരും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെ മോളെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പായത് എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ് ആയിഷ ബീവിയെ ഒന്ന് ഗുണദേശിക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ ആയിഷ ബീവിയെ ഒന്നും കുറ്റപ്പെടുത്താതെ, നിനക്കെന്താ ഒന്ന് ശ്രദ്ധിച്ചൂടെ, എപ്പോഴും ഇങ്ങനെ മാല കളയണോ എന്നൊന്നും ചോദിക്കാതെ, നിന്നെക്കൊണ്ട് ഇപ്പോൾ ഇവിടെ എത്ര ആൾക്കാരാണ് മുടങ്ങിക്കെടുക്കണേ എന്നൊന്നും പറയാതെ തൻ്റെ പ്രിയതമയുടെ മടിയിൽ തലചായ്ച്ചുറങ്ങുന്ന റസൂലുള്ളാഹിനെ കാണുകയാണ്. എത്ര മനോഹരമാണ് ആ പ്രണയ നിമിഷങ്ങൾ. ഇതൊക്കെയൊന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ മക്കളും അതിൽ നിന്ന് പഠിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളറിയണം, നമ്മളൊന്ന് തളർന്നു പോകുമ്പോൾ, കണ്ണൊന്ന് നിറഞ്ഞു പോകുമ്പോൾ, പുതിയ കാലമാണ്, ആരും നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മക്കളെല്ലാം പല ദിക്കിലേക്കും പാറിപ്പോകുമ്പോൾ, നമ്മുടെ നെഞ്ച് കലങ്ങിപ്പോകുന്ന നിമിഷത്തിൽ, ഏത് പ്രായത്തിലാണെങ്കിലും ഏതവസരത്തിലും ആണെങ്കിലും, ആശുപത്രി കിടക്കയിലാണെങ്കിലും പരസ്പരം ഒന്ന് നെറുകും തലയിൽ തലോടിയിട്ട് ആ കൈയൊന്ന് മുറുകെ പിടിച്ചിട്ട് നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചിട്ട്, സാരമില്ല, നിനക്ക് ഞാനുണ്ടെന്ന് പറയാൻ ഒരു ഇണ കൂടെയുള്ളതിനേക്കാളും ഭൂമിയിൽ മനോഹരമായ
സുന്ദരമായ മറ്റേതൊരു നിമിഷമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായിട്ടും ഈ വിവാഹത്തോടുള്ള വിമുഖതക്ക് ഈ പെൺകുട്ടികൾ അതിലകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനേറ്റവും നല്ല പരിഹാരം മനസ്സിൽ നിന്നും, പുതിയ സമൂഹത്തിൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയ ആ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള മധുരമായ സങ്കല്പങ്ങൾ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിൽ നമ്മൾ ഓരോരുത്തരും മാറുക. അതിമനോഹരമായ ദാമ്പത്യം അവർക്ക് മുന്നിൽ കാഴ്ചവെക്കുക. അവരും സ്വപ്നം കാണട്ടെ, ഈ ഭൂമി അവരും സ്വർഗതുല്യമാകട്ടെ. പണം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും നേടിയെടുക്കാൻ കഴിയാത്ത സുഖസന്തോഷ അനുഭൂതികളെ നമ്മുടെ പൊന്നുമക്കളും ആസ്വദിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിവാഹം, കുടുംബജീവിതം, ന്യൂജൻ കാഴ്ചപ്പാടിലെ തെറ്റും ശരിയും എന്നുള്ള സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സന ഉലൈക ഹദാഹുമുല്ലാഹ് ഉലൈക ഉലുൽ അൽബാബ്. അഥവാ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വാക്കുകളെക്കുറിച്ച് ശ്രദ്ധിച്ച് കേൾക്കുന്നവർ, അതിലെ ഏറ്റവും നല്ലതിനെ പിൻപറ്റുന്നവർ, അവർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകുന്നത്. അവരാണ് ബുദ്ധിമാന്മാർ. അവരാണ് ഉലായിക ഉലുൽ അൽബാബ്. അവരാണ് ബുദ്ധിമാന്മാർ. ഇവിടെ ന്യൂജൻ കാഴ്ചപ്പാടുകളിൽ ഒരുപാട് തെറ്റുകളുണ്ട്, ഒരുപാട് ശരികളുണ്ടെന്ന് നമ്മൾ കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലെ ഏറ്റവും നല്ലതിനെ, അഹ്സനെ, ഏറ്റവും നല്ലതിനെ പിൻപറ്റാൻ നമ്മൾക്ക് ആകണം. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അവനിലുള്ള ഈമാനും അവനിലുള്ള ഇസ്ലാമുമായിരിക്കണം. അവൻ്റെ മുന്നിൽ നമ്മളുടെ ജീവിതം സമർപ്പിക്കുന്ന പെൺകുട്ടികളായിട്ട് നമ്മൾ മാറണം. നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റിയായിട്ട് അള്ളാഹുവിന് നൽകുന്ന ഇബാദത്താക്കി മാറ്റിക്കൊണ്ട് അതിന് പിന്നിൽ നമ്മളുടെ കരിയറും ബാക്കി കാര്യങ്ങളുമെല്ലാം ഇൻഷാ അല്ലാഹ് പിന്നീട് വരും. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിൽ നല്ലൊരു കുടുംബജീവിതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞങ്ങൾ നന്ദി പറയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.